another pretty face. I don't want just anyone to hold. I don't want my love to go to waste. I want you and your beautiful soul. I know that you are something special, and to you I'd be always faithful. And I want to be what you always needed, and then I hope you'll see the heart in me. I don't want another pretty face. I don't want just anyone to hold. I don't want my love to go to waste. I want you and your beautiful soul. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തിൽ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കണമെന്നല്ല, അവനെ പോലെ ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവയെ സൃഷ്ടിക്കുകയും അവരുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് എന്ന് വാതിന് പോകുന്ന ഞങ്ങളുടെ അലക്സുവയും ടാനയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികൾ അനുഗ്രഹിച്ച മിശിഹായി ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനെ യോസേപ്പേ, ദൈവപിതാവും പരിശുദ്ധ മറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധവും സുരക്ഷിതവുമായി കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഇവരുടെ മാതാപിതാക്കന്മാരെയും ബന്ധുജനങ്ങളെയും പ്രത്യേകമായി ഈശ്വരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഇവരുടെ ജീവിതം, ദാമ്പത്യ ജീവിതം എന്നും വിശുദ്ധമായ വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുന്നവർ വലിയ അനുഗ്രഹങ്ങൾ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാവൽ മാലാഖമാരെ എപ്പോഴും കാവലായി കൂടെ ഉണ്ടായിരിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും. You're the one I wanna hold. I won't let another minute go to waste. I want you and your beautiful soul. Your beautiful soul. Yeah, yeah. You might need time to think it over, but I'm just fine moving forward. Never make you cry. Come on, let's ride. I don't want another pretty face. I don't want just anyone to hold. I don't want my love to go to waste. I want you and your beautiful soul. You're the one I wanna chase. You're the one I wanna hold. I won't let another minute go to waste. I want you and your beautiful soul. Am I crazy for wanting you? And maybe do you think you could want me too? I don't wanna waste your time. Do you see things the way I do? I just wanna know that you feel it too, 'cause there is nothing left to hide. I don't want another pretty face. I don't want just anyone to hold. I don't want my love to go to waste. I want you and your beautiful soul. You're the one I wanna chase. You're the one I wanna hold. I won't let another minute go to waste. I want you and your soul. I don't want another pretty face. I don't want just anyone whole. I don't want my love to go to waste. I want you and your beautiful soul.
ഹാജരാവുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട ഷിജോ അച്ഛനുണ്ട്. ഷിജോ അച്ഛൻ കല്യാൺ ഡയസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഒപ്പം ഇവിടെ ബഹുമാനപ്പെട്ട ചെറിയ കാക്കനാട് അച്ഛനുണ്ട്. ഇപ്പോൾ താഴേക്കാട് പള്ളിയിലെ അസിസ്റ്റന്റായിട്ട് സേവനം ചെയ്യുകയാണ്. പിന്നെ അലക്സിന്റെ ബാച്ചാണ്. പിന്നെ ഇവിടുത്തെ മുൻ വികാരിയും ഇവരുടെ കുടുംബ സുഹൃത്തുമായിട്ടുള്ള സീമോൻ കാഞ്ഞിത്തറ അച്ഛനുണ്ട്. ഇപ്പോൾ ഇവിടെ സ്പിരിച്വാലിറ്റി സെന്ററിലെ വൈസ് സെക്രട്ടറിയായിട്ട് സേവനം ചെയ്യുന്നു. 3 അച്ഛന്മാരെയും നിങ്ങളെ ഓരോരുത്തരെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും തിരുക്കർമ്മങ്ങളിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ്. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് പറയുകയില്ല അച്ഛൻ, പക്ഷേ സൈലന്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തണം. കുട്ടികൾക്ക് അധികം ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ എങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പാർട്ടുകൾക്കുമായിട്ട് അവരെ ഒന്ന് നിർത്തേണ്ടത് മാതാപിതാക്കളുടെ കടമയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അലക്സിന്റെ ഭാഗത്തുനിന്നും ചാനിയുടെ ഭാഗത്തുനിന്നും പോലെ സാക്ഷികൾ ചാനിയുടെ ഭാഗത്ത് സാക്ഷിയാണെങ്കിൽ അവരെ യൂണിവേഴ്സിറ്റി കാര്യത്തിലും ചാനിയുടെ ഭാഗത്ത് സാക്ഷി ഇവിടെ യൂണിവേഴ്സിറ്റി അസലക്കോട് അറിയിച്ചു. അലക്സിന്റെ ഭാഗത്തുള്ള സാക്ഷി പിന്നെ നമ്മുടെ സംവിധാനങ്ങൾ മീഡിയ ക്രമവും തടസ്സമില്ലാത്തതിലൊന്നും ക്രമീകരിക്കുകയാണെന്ന് നല്ലതായിരുന്നു. ഇന്നത്തെ ക്രമങ്ങൾക്ക് ഇട്ട് നൽകുന്നത് നമ്മുടെ സിമോനച്ചനാണ്. ഇന്നത്തെ സന്ദേശം നൽകുന്നത് ചെറിയച്ചനാണ്. ഇന്നത്തെ വിശുദ്ധ ഷിജോച്ചനാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും നിങ്ങളെല്ലാവരെയും ഇതിലൂടെ സ്വാഗതം ചെയ്യുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ Go me,
സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാടിയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ ഇവരെ മനസ്സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചു മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മുഖത്തുള്ള മനുഷ്യകുലത്തിന് നന്മയ്ക്ക് വേണ്ടി ഈ കുദാശ്വരബുദ്ധിയുടെ പരികർമ്മം ചെയ്യുവാൻ നിങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ നിന്റെ പുത്രയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും ഗൃഹത്തെയും മറന്നു കളയുക. നിങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. കാഴ്ചകളുമായ രാജാവിനുകൾ സന്ദർശിക്കും. തോഴികളാകെ മാറോളം ഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ വേഷത്തിന് ചുറ്റും സൈത്യമുളകൾ പോലെയുമായിരിക്കും. പരിശുദ്ധാത്മാവിനും സ്തുതി. രക്ഷകന്റെ മണവാട്ടിയായ സഭയെ സന്തോഷിക്കുക. നിത്യനാഥയും നിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞുകൊണ്ട് ചുവട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായിരിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവരുടെ കാലം നടക്കുകയെന്നുള്ള വിശ്വസ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി
ജീവിക്കും സർവേശ്വരനെ പാടിടുവിൻ പാടിടുവിൻ. പരിപാലന സർവേശ പരിപാലന ദയവായി പരിപാലന ആത്മീയേ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ അപേക്ഷിക്കുന്നവരുടെ സ്വഭാവത്തിലും എപ്പോഴും കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്കു തന്നെ പ്രതിഷ്ഠിക്കുന്നതിനോ അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ആരും ഓരോ വ്യക്തിയും തന്നെ പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം.
ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ വിചാരികളോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുള്ളൂ. യഹൂദരുടെ ശുദ്ധീകരണ ധർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോൾ നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരുടെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്നവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം വലിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരമീന്ന് ആദ്യം വിളങ്ങുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുമോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ചു. അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കുമ്പോൾ. 6-7 വർഷം ഞങ്ങൾ ഒരുമിച്ച് കളിച്ചും ചിരിച്ചും പഠിച്ചും ഭക്ഷണം കഴിച്ചും ഒക്കെ വളർന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ്. ടെൻഷനാവുന്നത് എന്തെങ്കിലും വേറെ ഒന്നും അറിയില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. നേര് ദിവസം നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. കാരണം ഏറെ പ്രിയപ്പെട്ട അലക്സും ഫാനിയും ഇന്നവരുടെ ജീവിതാവസ്ഥയിലേക്ക്, വിവാഹം എന്നവരുടെ ജീവിതത്തിലേക്ക്, ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് അവരെ പ്രവേശിക്കുകയാണ്. അത് വേറൊരു ലെവലായി മാറട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹവും സ്വപ്നവും. ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. ദൈവമാണ് നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് യോജിപ്പിക്കുന്നത്. വിവാഹം എന്ന കുദാശയിലേക്ക്, അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് ദൈവമാണ് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. ഒന്നും അവിചാരിതമായി കണ്ടുമുട്ടിയതല്ല. ദൈവം എവിടെയോ നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് വിവാഹത്തോട് ബന്ധിപ്പിക്കണമെന്ന വലിയ ദൈവത്തിന്റെ ലക്ഷ്യമാണ് ഇന്നിവിടെ നമ്മൾ വിവാഹം എന്ന കുദാശയോടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്കെൻ്റെ അലസിനെ തന്നത് എൻ്റെ ദൈവമാണ്. എനിക്കെൻ്റെ താനിയെ തന്നത് എൻ്റെ ദൈവമാണ്. എനിക്കെൻ്റെ ദൈവം തന്ന ഏറ്റവും നല്ല സമ്മാനമാണ് എൻ്റെ താനിയെ. എനിക്കെൻ്റെ ദൈവം തന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റാണ് എൻ്റെ അലക്സ് എന്ന് പറയുന്നത്. ആ ഒരു തലത്താണ് ശരി. അതാണ് ആ ഒരു ചിന്തയോട് എനിക്കിതിനും നല്ലൊരു ചക്കര കിട്ടാനില്ല, എനിക്കിതിനും നല്ലൊരു ഭാര്യയെ കിട്ടാനില്ല. എനിക്ക് എൻ്റെ ദൈവം തന്നിരിക്കുന്നത് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നിനെയാണ്. എനിക്ക് ആവശ്യമുള്ള, എന്നോട് ചേർന്ന് നിൽക്കുന്ന, എൻ്റെ കുറവുകളും നിറവുകളും മനസ്സിലാക്കി എൻ്റെ ജീവിത അവസാനത്തിൻ്റെ ശ്വാസം വരെ എന്നോട് ചേർന്ന് നിൽക്കാനായിട്ട് എൻ്റെ ജീവിത പങ്കാളിയെ എന്നിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു ചിന്തയാണ് നിങ്ങൾ ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്. എനിക്ക് എൻ്റെ യേശു തന്ന ഏറ്റവും വലിയ സമ്മാനം, ആ സമ്മാനം എന്നും എൻ്റെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാനായിട്ട് എനിക്ക് സാധിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരാളെ വെച്ച് നമ്മളിങ്ങനെ കമ്പയർ ചെയ്തത്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് അവനെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുറച്ച് അടിപൊളിയാകും, എനിക്കല്ലെങ്കിൽ എനിക്ക് ഇവളെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുറച്ചുകൂടി അടിപൊളിയാകും. അങ്ങനൊന്നുമില്ല. എല്ലാവർക്കും അവരുടേതായ കുറവുകളും നിറവുകളുമുണ്ട്. അലക്സിൻ്റെതായ കുറവുകളുണ്ട്, അതിനേക്കാൾ ഉപരി അലക്സിൻ്റെതായ നിറവുകളുണ്ട്. താനിയുടേതായ കുറവുകളുണ്ട്, അതിനേക്കാൾ ഉപരി താനിയുടേതായ ഒരുപാട് നിറവുകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും യൂണീക്കാണ്, എല്ലാ കപ്പിൾസും. നമ്മൾ ചിന്തിക്കും എനിക്ക് അവരെപ്പോലെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവരെപ്പോലെ ആയിരുന്നെങ്കിൽ. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പൊ നമ്മള് ഈ പ്രത്യേകിച്ച് ഈ യുവജന കാലഘട്ടത്തില് ഒരുപാട് കപ്പിൾസ്, റീലൊക്കെ ചെയ്യുന്ന കപ്പിൾസ് ഉണ്ട് അല്ലെ, നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. മല്ലു കപ്പിൾസ്, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയ ഒരുപാട് യൂട്യൂബ് ചാനൽ, റീൽസ് ചെയ്യുന്ന, ഇൻസ്റ്റാഗ്രാം ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, നമ്മൾക്ക് വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടേതായ ഒരു പ്രണയകഥ ഉണ്ടാവും.
അല്ലെ? ഒരു സിനിമ, ഒരു റൊമാൻറ്റിക് ഫിലിമിന്റെ കഥ എന്ന് പറയുന്നത് അതെല്ലാം ഒരുപോലെ ആയിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ബോറിംഗ് ആവും, അല്ലെ? പക്ഷെ ഓരോ കഥകളും വളരെ വ്യത്യസ്തമാണ്, അല്ലെ? ഓരോ റൊമാൻറ്റിക് കഥകളും ഓരോ പ്രണയ കഥകളും ഓരോ ദാമ്പത്യ ജീവിതം വ്യത്യസ്തമാണ്. അപ്പൊ നിങ്ങളുടെ ദാമ്പത്യമാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാളെ എൻജോയ് ചെയ്യാനോ അവരെ പോലെ ആവാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. അലക്സിനെ അലക്സായിട്ട് കാണാനും താനികയെ താനികയായിട്ട് കാണാനും അലക്സിനും താനികയ്ക്കും പരസ്പരം സാധിക്കും. അതാണ് നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ടത്. അലക്സിൻ്റെതായ കുറവുകളും നിറവുകളും മനസ്സിലാക്കി ജീവിക്കാൻ, താനികയുടെ കുറവുകളും നിറവുകളും മനസ്സിലാക്കി ജീവിക്കാൻ. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ജീവിക്കുമ്പോൾ ദാമ്പത്യ ജീവിതം വളരെ അടിപൊളിയായിട്ട് മാറും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾ പണ്ട് കാലത്ത് അലക്സൊക്കെ കടയിലൊക്കെ പോയിട്ടുണ്ടാവും, ഞാനും പോയിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ തക്കാളിയോ വെണ്ടയ്ക്കെല്ലാം വാങ്ങിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് ഒരു ചാക്ക് ചെറിലേക്ക് നമുക്ക് പൊതിഞ്ഞ് തരും. നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചുമാരൊക്കെ എന്തായാലും അല്ലെ? പണ്ട് കാലത്ത് ഈ വരാപ്പുഴ സൈഡിലാണെന്ന് നമുക്കറിയാം. ഞങ്ങളുടെ സൈഡിലൊക്കെ എങ്ങനെയാണ് ഒരു ചാക്ക് ചെറ വെച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ അതുമായി കൂടെ ചുരുട്ടി എന്നിട്ട് അത് ആ ചേട്ടനാണ്, എനിക്കറിയാം. ആ ചേട്ടൻ അതിങ്ങനെ രണ്ട് വിരലും കൊണ്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ അത് കൂട്ടി കെട്ടി തരും, അല്ലെ? പണ്ട് കാലത്ത്. ഇപ്പൊ പിന്നെ മെഷീനൊക്കെ ക്ലിക്ക് ചെയ്ത സംഭവം റെഡിയായി. ആ സമയത്ത് എന്തുകൊണ്ടാണ് ആ ചേട്ടൻ ആ ചരട് രണ്ട് വിരൽ കൊണ്ട് എന്തുകൊണ്ടാണ് പൊട്ടിക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ്? അത് വളരെ നൈസാണ്, അല്ലെ? പക്ഷെ ആ ചേട്ടന്റെ കയ്യിലേക്ക് വലിയൊരു ഇരുമുടി കയറെടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കുമോ? ആ ചേട്ടൻ രണ്ട് വിരൽ കൊണ്ട് പൊട്ടിക്കാൻ പറ്റും. അത്രയും എടുത്ത് പൊട്ടിച്ചാൽ പോലും ചില പൊട്ടിക്കാനായിട്ട് പറ്റില്ല. സ്നേഹമുള്ളവരെ, ഞാനിത് പറഞ്ഞ സമാപ്രസംഗ പുസ്തകത്തില് ഇപ്രകാരം ഒരു വാക്യമുണ്ട്. ഇപ്രകാരം പറയുകയാണ്: ഒറ്റയ്ക്കായിരിക്കുന്നവരെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്, പക്ഷേ രണ്ടുപേർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തില് രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് എന്ത് പ്രശ്നം വന്നാലും, എന്ത് വേദന വന്നാലും, എന്ത് സങ്കടം വന്നാലും, എന്തൊക്കെ വന്നാലും രണ്ടുപേരും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് അതിനെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്നേഹം നിറഞ്ഞ അലക്സ്, സ്നേഹം നിറഞ്ഞ താനിക, നിങ്ങളുടെ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൽ തകർക്കാനായിട്ട് ഒരാൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ജീവിതത്തില് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരു ശരീരവും ഒരു മനസ്സും ഒരു ആത്മാവുമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഇനി എന്റേതായ ആഗ്രഹങ്ങളില്ല, ഇനി അലക്സിന്റെ ആഗ്രഹങ്ങളില്ല, താനിയയ്ക്ക് താനിയുടെ ആഗ്രഹങ്ങളില്ല, ഇനി ഞങ്ങളുടെ ആഗ്രഹങ്ങളാണ്. അലക്സിന്റെ ആഗ്രഹങ്ങൾ താനിയുടെയും താനിയുടെ ആഗ്രഹങ്ങൾ അലക്സിന്റെതുമായി ഇനി നിന്റെയൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ സ്വപ്നം, ആ ഒരു ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും, വളരെ അനുഗ്രഹപ്രദമായിരിക്കും. കൂടാതെ ദൈവത്തെ മറന്ന് ജീവിക്കാതിരിക്കുക, പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് എവിടെയാണെങ്കിലും, നാട്ടിലാണെങ്കിലും UK ആണെങ്കിലും എവിടെയാണെങ്കിലും കുറച്ച് സമയം നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കണം. 3 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഒരു ദാമ്പത്യ ജീവിതം വിജയിക്കാനായിട്ട് വേണ്ടത്. അത്യാവശ്യം 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമാണ്. എല്ലാ ദിവസവും മാക്സിമം ഒരു 15-30 മിനിറ്റ് സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇതുപോലെ UK-യിലാണ് നമുക്ക് ജപമാല ചെയ്യാം, ബൈബിൾ വായിക്കാം, രണ്ടുപേരും ഒരുമിച്ച്. ഇതൊന്നും അലക്സ് താനിയൊക്കെ അവരൊരു പള്ളിയിലേക്ക് പോകാറുണ്ട്, അലക്സ് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരുമിച്ച് പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ആ ഒരു പ്രാർത്ഥനയുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തെ മറന്ന് നമ്മൾ ഒരിക്കലും ജീവിക്കാതിരിക്കാം. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള കാര്യമാണ്. ചിലപ്പോൾ UK-യിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കുള്ള ജീവിതത്തിലായിരിക്കും. പക്ഷേ ഒരു ദിവസം ഒരു നേരത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അത് ഒരു ചെറിയ കാര്യമാണ്, പക്ഷേ അത് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് വലിയൊരു എഫക്റ്റാണ്. ഒരുമിച്ച് ഒരു ദിവസം ഒരു നേരമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് കണ്ണും കണ്ണൊക്കെ നോക്കി കറികളൊക്കെ പരസ്പരം ചോറൊക്കെ പരസ്പരം കൊടുത്ത് സംസാരിച്ച് ചിരിച്ച് കളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഒരു നേരം ഒരുമിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കാം. എല്ലാ ദിവസവും ഒരു നേരം, 3 നേരം ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല, വളരെ അടിപൊളി. പക്ഷെ ഒരു നേരമെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അലക്സ് ഒരു നേരം കഴിക്കും, ഒരുമിച്ച് കഴിക്കും. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും മാക്സിമം 5 മിനിറ്റ് സമയമെങ്കിലും നിങ്ങൾ സംസാരിക്കണം. പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള ഒരു ആശയവിനിമയം ഇല്ലാതാകുമ്പോഴാണ് പല പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുന്ന പറയാം. പക്ഷേ ജീവിതത്തിന്റെ പല തിരക്കുകളിലേക്ക് അല്ലെങ്കിൽ പല പ്രിഫറൻസ് പ്രയോറിറ്റീസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള സംസാരങ്ങൾ കുറയും. അത് കുറയുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ
അറിയില്ല, കുറച്ച് നാൾ കഴിഞ്ഞാൽ അറിയും. ആശംസിക്കുകയാണ്. പ്രശ്നങ്ങളുണ്ടാവാം അല്ലേ, ദാമ്പത്യ ജീവിതമാണ്, ആദ്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് അതിനുവേണ്ടി നമ്മൾ പോരാടുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ വല്ലാതെ ആയിട്ട് മാറും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമാവട്ടെ, വളരെ ഭംഗിയാവട്ടെ. ഇവരുടെ അപ്പച്ചനും അമ്മച്ചനും മാതാപിതാക്കൾക്കൊക്കെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകൾ ആശംസിക്കുക. അവരുടെ വലിയ സ്വപ്നമാണ് അല്ലെ, തന്റെ മക്കളെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊടുക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമാണ്. ഇതുവരെ അവർ വളർത്തി വലുതാക്കി ആ വിശ്വാസത്തിന്റെ മൂല്യത്തിൽ അടിയുറച്ച് വളർത്തി ഇങ്ങനെ ഈ ആൾക്കാരുടെ മുന്നിലേക്ക് കൊണ്ടു നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ വലിയ സമർപ്പണമുണ്ട്, അവരുടെ വലിയ ത്യാഗമുണ്ട്. മാതാപിതാക്കൾക്കും എല്ലാവർക്കും ഇതിൽ നിന്ന് ദിവസത്തെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥന ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അലക്സിന് കാനേയും നല്ലൊരു ദാമ്പത്യ ജീവിതം, വലിയ അനുഗ്രഹത്തിന്റെ വലിയ സന്തോഷത്തിന്റെ നല്ലൊരു ദാമ്പത്യ ജീവിതം ആശംസിച്ചുകൊണ്ട് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇവർക്ക് വേണ്ടി കർത്താവേ ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയെ സഭയ്ക്ക് വേണ്ടി സൃഷ്ടിയാക്കിയ സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാകുന്ന ആത്മീയത്തിനെ സകലരെയും ക്ഷണിക്കുന്ന വിഷയമായി നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുവരാക്കുവാൻ വിവാഹബന്ധത്തിന്റെ അഭ്യന്തരത്തെ പറ്റി പഠിപ്പിച്ച വിഷയമായി പരസ്പര വിശ്വാസത്തോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കാനായുടെ കല്യാണങ്ങളിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരമായി അനുഗ്രഹിച്ച വിഷയമായി നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നാമേനാവരത്തെ പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഈ വധുവരന്മാർ സന്തോഷത്തോടെ പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന ജീവിതം വിജയകരമായി നയിക്കുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം അവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസത്വ വാഗ്ദാനം ചെയ്തിരുന്നിട്ട് കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ അവരെ വളർത്തുകയും മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ദീർഘത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹങ്ങളുടെ കൂതാശ അനുഗ്രഹിതരാകാൻ പോകുന്നു. ഈ കൂതാശ യോഗ്യത പരിഗണന ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥന നടത്തുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ജീവിത സംഖ്യയുടെ അങ്ങനത്തെ പരിപാലനയെ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയോടെ ചെയ്യുവാൻ അവരുടെ ദാസനെ ശക്തനാക്കണമേ. അവരുടെ സ്വഭാവം സമൃദ്ധമായി ചെയ്യണമേ. പിതാവും പുത്രനും പാവനാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിവാഹ ഉടമ്പടി. അലക്സ് സഭയുടെ നടപടികൾ അനുസരിച്ച് സ്വന്തം മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി താനിയെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. താനിയെ സഭയുടെ നടപടി അനുസരിച്ച് സ്വതന്ത്രമായ സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അലക്സിനെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. അലക്സും താനിയും നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബത്തിൽ നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോകളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ഭാവനാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും.
വധുവരം ആരംഭിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ ഹൃദയമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും അവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷപൂർവ്വം സഹിക്കുവാനും സഹിച്ച് വിശുദ്ധരായി ജീവിക്കുവാനും ജീവിതത്തിലേക്ക് ശക്തി നൽകട്ടെ. ഇത് വിശ്വസ്തരായിരിക്കും ചെയ്യട്ടെ. മോചനമന്ദിരമേ ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തരടയാളമായി പ്രസംഗിക്കുന്ന മോചനം ശ്രദ്ധിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവിന്റെയും നാമത്തിൽ മന്ത്രോടി ബന്ധിപ്പ് പ്രഭാതക്ഷരമാണ് അനുഗ്രഹിക്കുന്ന കാരണമായ കർത്താവേ, ഈ മന്ത്രോടി ശ്രദ്ധിക്കണമേ. പൂർണ്ണമായ സമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ ഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയ സഭയെ മഹത്തിൽ സമർപ്പിച്ച കർത്താവേ, ലോകങ്ങളായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്തിൽ വസ്ത്രമണിയുടെ വരെ യോഗ്യരാക്കി ചെയ്യണമേ. മണ്ണിനോട് ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു മംഗല്യ സൗഭാഗ്യമേകാൻ യൗസേപ്പിതാവും കന്യാപിതയും ഓമൽ സുതരാമീശോയും യൗസേപ്പിതാവും കന്യാപിതയും ഓമൽ സുതരാമീശോയും കുടുംബമായി യാഗവേദിയിൽ ആത്മാർപ്പണം ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധഗ്രന്ഥം സാക്ഷിയാക്കി വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും ദൈവാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. സഭയുടെ സഹായത്താവ് എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവ് സർവക്ഷകരമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയോടെ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ ശിശുരന്മാർ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടെ യോഗ്യരാക്കി ചെയ്യട്ടെ. ഓടും എന്നേക്കും.
വേദ്യമായി തിരുവരം ലഭിച്ചവരുടെ ഭാഗത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുപ്പെടുന്ന നായകനായ മറിയോസിന്റെയും മാതൃത്വവും ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യം സമ്പൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയും ഇടവക മധ്യസ്ഥനായ വിശ്വാസത്തോട് പ്രത്യേക അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായവും ഇവരെ അനുഗ്രഹിക്കട്ടെ. സകലത്തിനെയും നാഥ എന്നേക്കും. നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കും. പരിശുദ്ധാത്മാവുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവബലിയായ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും ഞങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യമേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മനോഹരയും അവിടുത്തെ സ്ത്രീ ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ ഞങ്ങളെയും ഈ ദുരിതത്തിൽ പങ്കുചേർന്നവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിസ്തുലൻ പ്രഭാപൂരിതൻ
കുടുംബജീവിതം ആരംഭിച്ചിരുന്ന അലക്സിനെയും ധാനിയെയും ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ അവരുടെ മാതൃകയും വഴികാട്ടുകയുമായിരിക്കണമേ. ആത്മീയ ഭൗതികമായ ഗ്രഹദാനങ്ങൾ സമൃദ്ധമായി ഇവർക്ക് നൽകണമേ. തിരുകുടുംബത്തിന്റെ മാതൃകയിൽ ജീവിക്കുവാൻ വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റു ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുദിനം വളർന്നു വരുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങൾ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് beating, 'cause you are the reason I'm losing my sleep. Please come back now. There goes my mind erasing, and you are the reason that I'm still breathing. I'm hopeless now. I'd climb every mountain and swim every ocean Just to be with you and fix what I've broken. Oh, 'cause I need you to see that you are the reason. There goes my hand shaking, and you are the reason my heart keeps bleeding. I need you now. If I could turn back the clock, I'd make sure the light defeated the dark. I'd spend every hour of every day keeping you safe, and I'd climb every mountain and swim every ocean just to be with you and fix what I've broken. Oh, 'cause I need you to see that you are the reason. I don't wanna fight no more. I don't wanna hurt no more. I don't wanna cry no more. Come back, I need you to reason. Just a little closer now. Come a little closer. I need you to hold me tonight.
I'd climb every mountain and swim every ocean just to be with you and fix what I've broken. 'Cause I need you to see that you are the reason. ഒരാള് മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷെ എനിക്കിവിടെ എല്ലാവരുടെ സൈഡിൽ നിന്നും തോന്നി കേൾക്കണം. യെസ്, അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൈഡി കൊടുത്താലോ? ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ്. എങ്കിൽ കൂടിയും ഈ ഒരു വേദിയുടെ മര്യാദ എന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോർമൽ ആയിട്ട് രണ്ടുപേരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവാണ്. ഏറ്റവും ആദ്യമായി സ്റ്റാർട്ടിംഗ് ഫ്രം അവർ ഗോർജിയസ് ബ്രൈഡ് ടാനിയ. Tania Kharipalli Tharavatu Mr. and Mrs. Chelsea Mitchell Michael and she has two brothers, apparently BSc nursing completed. And Alex Anangal, Elutini Tharavatu Mr. Davis LC Davis Magan MPA completed. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ടാനിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണത്? ഓക്കെ, അലക്സിന്റെ ഫ്രണ്ട്സ് ഇവിടെ. പക്ഷെ ഞാൻ പറയുന്നു സ്ട്രെങ്ത് എപ്പോഴും കൂടുതൽ ടാനിയുടെ ഫ്രണ്ട്സിനാണ് കേട്ടോ. ഓക്കെ നൈസ്. നമുക്കറിയാം, ഒരു വിവാഹം ഏറ്റവും മനോഹരമായി നടക്കണമെങ്കിൽ അതിന് പുറകിൽ രണ്ട് കുടുംബങ്ങളുടെ ഒരുപാട് കാലത്തെ പ്രാർത്ഥനയും പ്രേരണവും എല്ലാം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു ദിവസം യാഥാർത്ഥ്യമാക്കി തീർക്കാനായി കഴിഞ്ഞ രണ്ടുപേരെയും ഫാമിലി മെമ്പേഴ്സ് കൂടി നമ്മളോടൊപ്പം ഈ ഒരു വേദിയിൽ വന്നതാണ്. ഇവിടുത്തെ ഒരു സന്തോഷം പൂർണ്ണമാകുകയുള്ളൂ. ഏറ്റവും ആദ്യമായി തന്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യനായ വരനെ കണ്ടെത്തി നൽകി എന്ന സന്തോഷത്തിലിരിക്കുന്ന ടാനിയുടെ പാരന്റ്സിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരു നല്ല കൈഡി കൊടുത്തുകൊണ്ട് തന്നെ വെൽക്കം മിസ്സസ് ചെൽസി മിൽട്ടൺ ആൻഡ് മിസ്റ്റർ മിൽട്ടൺ പ്ലീസ്. എപ്പോഴും വിവാഹ ദിവസങ്ങളിൽ പാരന്റ്സിനെ സ്റ്റേജിലോട്ട് വിളിക്കുമ്പോൾ ഒരു കോംപ്ലക്സ് ഓഫ് ഇമോഷൻസ് കാണാനായിട്ട് സാധിക്കും. രണ്ടുപേരും കയ്യിൽ വരുമ്പോൾ നല്ല സന്തോഷമുണ്ട് മകൾക്ക്. പക്ഷെ 5 മിനിറ്റിനുള്ള അമ്മയുടെ മുഖത്ത് മാറി മകൾ സ്വന്തം വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ സങ്കടമാണ്. ഇനി അടുത്തതായി തങ്ങളുടെ ഫാമിലിയിലേക്ക് സ്വന്തമായ ഒരു മകളെ കൂടി കിട്ടിയെന്ന സന്തോഷത്തിലിരിക്കുന്ന അലക്സിന്റെ പാരന്റ്സിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ ഡേവിസ് CK ആൻഡ് മിസ്സസ് എൽസി ഡേവിസ്. ഒരു നല്ല കൈഡി കൊടുത്തുകൊണ്ട് തന്നെ രണ്ടുപേരെയും സ്വാഗതം ചെയ്യും. ഇനി അടുത്തതായി എത്രയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നത് ടാനിയുടെ ബ്രദേഴ്സിനെയാണ്. നല്ല കൈഡി കൊടുത്തുകൊണ്ട് തന്നെ ഇനി ഇവരുടെ ഫാമിലിയിൽ നമ്മൾ വിട്ടുപോകാതെ മെൻഷൻ ചെയ്യേണ്ട മറ്റൊരു വ്യക്തി കൂടെയുണ്ട്. അലക്സിന്റെ മിസ്റ്റർ ആൽവിൻ. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, പക്ഷേ ആളുടെ പ്രേയേഴ്സ് എപ്പോഴും ഈ ഒരു കുടുംബത്തിന്റെ കൂടെ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. നമുക്ക് അലക്സിന്റെ ബ്രദറിന് വേണ്ടി ഒരു 1 minute പ്രേയർ ചെയ്തതിനു ശേഷം ബാക്കി ചടങ്ങുകളിലേക്ക് കടക്കാം. സോ 1 minute സൈലന്റ് പ്രേയർ പ്ലീസ്. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. മലച്ചെണ്ടിനോരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാനാകും നീതോരോ മോഹം, ഓരോ വർണ്ണം. ആരാരോ പാടുവതാതെ നീ ഹാരാർദ്രരാഗം. അറിയാമോ പിറാക്കളെ ഇന്നിനിയൻ ജീവിതം
എല്ലാവർക്കും ഫോട്ടോ സെഷനൊക്കെ തുടങ്ങുന്നതിന് മുൻപായിട്ട് എനിക്കൊരു ചെറിയ ഗെയിമുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം എത്രത്തോളം അറിയാം എന്നുള്ള ഒരു കാര്യം അറിയാനായിട്ട് ഒരു കുഞ്ഞു ഗെയിമാണ്. ഓക്കെ, പേടിക്കേണ്ട, കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ആർക്കെങ്കിലും എവിടെയെങ്കിലും ഇതെല്ലാം ഡിഫറെന്റ് കളർ ഫ്ലവേഴ്സ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? വീട്ടിൽ പറ്റില്ല. ഒന്നത് വൈകുന്നേരം one more. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഓക്കെ, ഗെയിം വളരെ സിമ്പിൾ ആണ്. ഈ റോസ് ടാനിയാണ്. ഓക്കെ, റോസ് ഇസ് ടാനിയ ആൻഡ് ദിസ് ബിഗ് ഫ്ലവർ ഇറ്റ് ഇസ് അലക്സ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ ടാനിയ ആണെങ്കിൽ റോസ് റേസ് ചെയ്ത് കാണിക്കണം, ആൻഡ് അലക്സ് ആണെങ്കിൽ ഈ ഫ്ലവർ റേസ് ചെയ്ത് കാണിക്കണം. വളരെ സിമ്പിൾ റൂൾസ് ആണ്. രണ്ടുപേരും കാണാൻ പാടില്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു വന്നോളൂ. യെസ്, അടുത്തടുത്തടുത്ത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടിട്ട് ഏകദേശം റോസ് ആണ്. റോസ്. ഓക്കെ, ഇപ്പൊ പരിചയപ്പെട്ടിട്ട് ഏകദേശം എത്ര സമയമായി കാണും? സമയം മീൻസ് എത്ര നാളായി കാണും? 6 months. അപ്പോൾ ഇന്നിപ്പോ എന്തായാലും വിവാഹം നടന്നിരിക്കുകയാണ്. അപ്പൊ നാച്ചുറലി നമ്മുടെ നാട്ടുകാർക്കനുസരിച്ച് പരസ്പരം സംസാരിക്കാനും മനസ്സിലാക്കാനും ഒരു ചെറിയ അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എനിക്കറിയേണ്ടത് നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് ഏറ്റവും ആദ്യം ഇഷ്ടമായി അല്ലെങ്കിൽ ഇഷ്ടമാണ് എന്ന് പറഞ്ഞത്? ആരും ഞാൻ വിശ്വസിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടുപേരിൽ ഏറ്റവും പാവം ആരാണ്? ആക്ച്വലി ഇത് വളരെ നല്ല ആൻസർ ആണ്. രണ്ടുപേരും ഒറ്റയാള് പാവമാണെന്നാണ് വിചാരിക്കുന്നത്. ഇനി രണ്ടുപേരിൽ ആർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരും? ഇനി സപ്പോസ് ദേഷ്യം വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ആരായിരിക്കും ഏറ്റവും ആദ്യം പോയി സോറി പറയുന്നത്? ഇതില് ക്രോണിക് ആയിട്ട് റിലേറ്റ് ആവുന്ന ആളാരാണ്? 10 മണിക്ക് സ്ഥലത്ത് എത്തുമെന്ന് പറയും, 12 മണി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അങ്ങനത്തെ ആളാരാണ്? രണ്ടുപേരും ഏറ്റവും പാവമാണ്, പച്ച പാവമാണ്, ആരെയായിട്ട് വഴക്കൂടില്ല, പിണങ്ങില്ല, ഒന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ ഞാൻ സെക്കൻഡ് ടൈം ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം സത്യം പറഞ്ഞാണോ എന്ന് അറിയണ്ടായിരുന്നു. ഇനി ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ളത് ആരാണ്? വിട്ടു തരില്ല. എന്തായാലും ഇത്രയും ഞാൻ ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായൊരു കാര്യം, രണ്ടുപേരും വിചാരിക്കുന്നത് ഞാനാണ് സ്റ്റബേൺ. സോ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ വിട്ടുകൊടുക്കാനുള്ള മനസ്സ് രണ്ടുപേർക്കും ഉണ്ടായിരിക്കും. ആൻഡ് രണ്ടുപേരും വിചാരിക്കുന്നത്, അലക്സ് വിചാരിക്കുന്നത് ടാനിയ പച്ച പാവാണെന്നാണ്, ടാനിയ വിചാരിക്കുന്നത് നേരെ തിരിച്ചാണ്. ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഗുഡ് കോമ്പിനേഷൻ. വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള കർത്താവിൻ്റെ അനുഗ്രഹമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് അങ്ങനെ കിട്ടുള്ളൂ. നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ദിവസങ്ങൾ കഴിയും തോറും കൂടിക്കൂടി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ, കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം. പ്രപ്പോസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഓൾറെഡി കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രപ്പോസലിന് ഒരു അർത്ഥമില്ല എന്നറിയാം, പക്ഷെ എന്നാലും ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഓക്കെ റോസ് ഒക്കെ കിട്ടിയാൽ റെഡിയാണ്. പക്ഷെ വെറുതെ വില്യം ആരെങ്കിലും ചോദിച്ചാൽ പോരാ, എന്തെങ്കിലും വളരെ സ്നേഹമുള്ള കൈൻഡ് ആയിട്ടുള്ള 2-3 വേർഡ്സ് ഒക്കെ പറഞ്ഞ് തന്നെ കൺവിൻസ്ഡ് ആണ് മാരേജ് ചെയ്താൽ ശരിയാവുള്ളത്. ഓക്കെ, റെഡി അല്ലേ? എന്തെങ്കിലും ഒരു ഡയലോഗ് ഒക്കെ മനസ്സിൽ ആലോചിച്ചിട്ട് വെറുതെ യെസ് പറയരുത്, ആൾ നല്ലൊരു കാര്യം പറഞ്ഞാൽ മാത്രം. റെഡി? എല്ലാവരും റെഡി അല്ലേ? ഓൺ യുവർ നീസ്. പോരുമോ എന്റെ കൂടെ? വിശക്കും, പരിപാടി ലേറ്റാവും.
രണ്ടുപേർക്കും ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. ഇതുപോലെ ഒരുപാട് സന്തോഷം നിറഞ്ഞ വിവാഹ വാർഷിക ദിനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് വൺസ് അഗെയിൻ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക് യു പറയുന്നു. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള മീൽസ് ഇവിടെ ഓൾറെഡി റെഡിയാണ്. ആൻഡ് ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ ഡേ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് സെൻസ് ഇവൻസ് മാലയാണ്. അവർക്കൊരു സ്പെഷ്യൽ
நான் காணும் போர்வைக்குள் காலத்தை அடக்காக்கிற தேக்குற மண்ணேலோடும் மழை தண்ணி போல் நாளும் நிலமாறுற தூறுற பாழாகின்ற நெஞ்சுக்கு பால் பார்வை நீ வாக்குற காக்குற கோடி வாசங்கள் என்னை தீண்டி போனாலும் உயிரை தீண்டாதும் உன் வாசம் பூமி தீர்ந்தாலும் தீராத ரயில் பாதை காதல் ஒன்றே அன்பே സുവിശേഷം മണവാളനെ എതിരേൽക്കാൻ വിളക്കുകളുമായി പുറപ്പെട്ട 10 കന്യകൾക്ക് സദൃശ്യമാകുന്നു സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകമതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണ എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പ് വിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവിൻ. കന്യകമാരെല്ലാവരും ഉണർന്നെണീറ്റു വിളക്കുകൾ ഒരുങ്ങി നിന്നിരുന്നവർ അദ്ദേഹത്തോടൊപ്പം വിളക്ക് തെളിച്ച് മംഗല്യാഘോഷങ്ങൾക്കായി അകത്തു പ്രവേശിച്ചു. നമുക്കെല്ലാം വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കുടുംബജീവിതം ആരംഭിക്കുന്ന ഈ നവദമ്പതികളെ സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാക്കണമെന്നും ഉത്തമ സന്താനങ്ങളെ നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തരായ ധാരാളം മിത്രങ്ങളെ നൽകണമെന്നും സൗഭാഗ്യത്തിൽ ഇവരെ പുലർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, വിവാഹം എന്ന ഉദാശയിൽ ഒന്നിപ്പിച്ചതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഇനി ഇവർ രണ്ടല്ല ഒന്നാണ് എന്ന അവബോധം ഇവരിൽ സദാ വളർത്തണമേ. ഇവർ അന്യോന്യം സമർപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പോരായ്മകൾ ക്ഷമിച്ചും സഹിച്ചും വളരുവാനും പരസ്പര ധാരണയിലും ഐക്യത്തിലും ജീവിക്കുവാനും അന്ത്യം വരെ വിശ്വസ്തരായി വ്യാപരിക്കുവാനും ഇവരാഗ്രഹിക്കുന്നു. ഇവരുടെ ആഗ്രഹത്തെ സഫലമാക്കണമേ. ഇവരുടെ ജീവിതാന്ത്യത്തിൽ അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം ഇവർക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും സന്തോഷങ്ങൾ സ്വീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ വന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗ്ഗത്തിൽ അങ്ങയെ
കണ്ട് ആനന്ദിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിന്റെ ഹൃദയവും മാറിയവും ഞങ്ങളുടെ ദൃഷ്ടിയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സത്യസ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ഞങ്ങളുടെ കാവൽമാലാകമായി ഞങ്ങൾക്ക്